ഒരു റിക്വസ്റ്റ് ഉണ്ട്, പറഞ്ഞോളൂ. ഹണിയായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു ഫോട്ടോ എടുക്കണം. തീർച്ചയായിട്ടും 1 അല്ല 9 ഫോട്ടോ എടുക്കണം. നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതും വലിയ സന്തോഷം. എനിക്കിവിടെ വരാൻ വേറൊരു കാര്യം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിപ്പിച്ചത് നിങ്ങൾ ഇത്രയും ഒരു ടീമാണ്. നിങ്ങളെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വന്ന എല്ലാ ഇന്റർവ്യൂ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുഴി പോയത്, അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ എന്നും ഇതുപോലെ തന്നെ പ്രകാശപൂരിതമാവട്ടെ എന്ന നിമിഷത്തിൽ ഞാൻ ആശംസിക്കുകയാണ്. So once again നല്ലൊരു കൈയടി നൽകാം. PTFയുടെ 25ാമത്തെ വാർഷിക ആഘോഷം കൂടി ഇവിടെ നടക്കുകയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു PTFയുടെ, പക്ഷെ എന്നാലും ഒന്നും കൂടി. അപ്പോൾ അതിന്റെ സെലിബ്രേഷന്റെ ഭാഗമായി നമ്മൾ എന്താണ് കേക്ക് കട്ടിങ് ഉണ്ടല്ലേ? ഹണി നമുക്ക് വേണ്ടിയിട്ട്, നമ്മുടെ മണിച്ചേട്ടന്റെ ഓർമ്മകൾക്ക് വേണ്ടിയിട്ടും അതേപോലെ തന്നെ ദി ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ എല്ലാവിധ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഒരു കേക്ക് കട്ട് ചെയ്ത് ഇവിടെ ആഘോഷിക്കുകയാണ്. Once again, ladies and gentlemen, let's have a very huge round of applause. അടുത്തതായി 2 വാക്കുകൾ സംസാരിക്കാനായിട്ട് നമ്മുടെ മഞ്ഞുമൽ ബോയ്സിലെ ടീംസിലെ നമ്മുടെ സ്വന്തം കുട്ടിയേട്ടനെയും അതുപോലെ സുഭാഷിനെയും വേദിയോട് ഞാൻ സ്വാഗതം ചെയ്യാണ് 2 വാക്കുകൾ സംസാരിക്കാനായിട്ട്. അവർക്ക് നല്ലൊരു കൈ നൽകാം. ഹലോ, ഹായ്. ഇപ്പോൾ ഇവിടെ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ ഭാഗമായിട്ട് ഇവിടെ ഗുണ കേവ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയേക്കാണ്. അതെന്താണ് അത് കാണാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. കാരണം ഞങ്ങൾ അന്ന് 18 വർഷത്തിന് മുമ്പ് ഒരുപാട് അനുഭവിച്ചതാണ് അന്ന് ഗുണ കേവിൽ വെച്ച്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞങ്ങളും. നിങ്ങൾക്കും ഒരു കാണാനുള്ള ഒരു അവസരമാണ് ഗുണ കേവ് എല്ലാവർക്കും. അപ്പോൾ അതിനോട് കണ്ട് കാണാനുള്ള ഒരു അവസരം കിട്ടി ഇവിടെ ഒരുക്കി തന്നതിൽ ഒരിക്കലും നന്ദി പറയുകയാണ്. ഓക്കെ, താങ്ക്സ്. ഗുണ കേവ് എത്ര പേര് ഇതിൻ്റെ അത് കണ്ടിട്ടുണ്ട്? ശരിക്കും ഉള്ളിൽ പോയിട്ട് ഗുഹയുടെ ഉള്ളിൽ ഒറിജിനലായിട്ട് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്കും അതിൻ്റെ ഉള്ളിലെ അപകടങ്ങളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അതൊരു അബദ്ധത്തിൽ പറ്റിയ ഒരു സംഭവമായി പോയി. പക്ഷെ എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായതുകൊണ്ട് ആ ഗുണ കേവിൽ സംബന്ധിച്ച സത്യത്തിൽ ഒരു 5 മിനിറ്റ് കൊണ്ടൊന്ന് വിശദീകരിക്കാമോ? ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയാണ്. ശരിക്കും ആര് സുഭാഷായിരുന്നു, അതിൻ്റെ എങ്ങനെ അത് ബന്ധത്തിൽ പെട്ടു എന്നും എങ്ങനെയായിരുന്നു ആ ഒരു സാഹചര്യം, അല്ലെങ്കിൽ അത് എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പെട്ടുപോകാൻ സാധ്യത ഉണ്ടായത് എന്നതിനെ കുറിച്ച് 2 വാക്ക് ഒന്ന് പറയാൻ പറ്റും? ഒരു 100 ഇന്റർവ്യൂവിൽ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? എന്നാലും ഒരിക്കലും കൂടി പറയാം. ആ കുഴി കണ്ടപ്പോൾ സിനിമയിൽ കണ്ട പോലെയല്ല, ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ കുഴി 3 പേര് ക്രോസ് ചെയ്ത് പോയി. 4ാമത് കൂട്ടത്തിൽ ഏറ്റവും പൊക്കമുള്ളതും കാലിന് നീളം കൂടിയത് ഞാനാണ്. ഞാനത് ക്രോസ് ചെയ്തപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ തന്നെ എൻ്റെ ബോധം പോയി. നിങ്ങൾക്ക് പിന്നെ സിനിമ കണ്ടുപോലെ അറിയാലോ, സിക്സൻ അവന് പയ്യെ സംസാരിക്കറിയില്ല. അവൻ കുറേ നേരം വിളിച്ചു അവസാനം അവൻ്റെ ഒരു വിളിയാണ് എന്നെ ഈ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. ആ വിളി ഒന്നുകൂടി ഇവിടെ നമ്മൾക്ക് വേണ്ടി, നമ്മുടെ മുമ്പിൽ സ്വന്തം കൊട്ടേറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പ്രിയ കൂട്ടുകാരൻ അല്ലെങ്കിൽ ഉത്തമ തോഴൻ എന്ന് പറയുന്ന പുള്ളി ആ ഒരു വിളി നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ കാഴ്ചവെക്കുക. സുഭാഷേ, വെരി ഗുഡ്. ആ ഒരു വിളിക്ക് വേണ്ടി കാതുകൊത്തിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ട് PTF കുടുംബത്തിന്റെ പേരിൽ എല്ലാവിധ ഒരു താങ്ക്സ് പറയുന്നു. അതോടൊപ്പം തന്നെ അവരെ നേരെ കാണാൻ എനിക്കും സത്യത്തിൽ ഞാൻ റിയൽ ആയിട്ടുള്ള ഇവരെ കണ്ടില്ല. പടം കണ്ടപ്പോൾ ആരൊക്കെയാണെന്ന് അറിയില്ല. പക്ഷെ ഇവരെ ഞാൻ ആദ്യം തന്നെ എൻ്റെ മനസ്സിൽ ഈ ഗുണ കേവ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് എന്തോ ഇവരെ ഇവിടെ കൊണ്ടുവരണം, ഹണിയോടൊപ്പം തന്നെ ഒന്ന് കാണണമെന്ന് വളരെയൊരു മോഹമായിരുന്നു ഞങ്ങൾക്ക്. അതോടൊപ്പം തന്നെ ഞാൻ അദ്ദേഹവുമായി പങ്കുവെച്ചപ്പോൾ അവർ
സ്നേഹത്തോട് കൂടി ചേട്ടാ ഞങ്ങളുണ്ടാവും. ഞാൻ പറഞ്ഞു നിങ്ങൾ 11 പേര് അല്ലെങ്കിൽ 12 എത്ര പേരാണെങ്കിലും എത്ര തിരക്കാണെങ്കിലും മാറ്റി വെച്ചിട്ട് വരാൻ പറഞ്ഞു. അവരവരുടെ കൃത്യമായിട്ട് തന്നെ വരികയും പങ്കെടുക്കുകയും ചെയ്തു. ഒത്തിരി നന്ദി. അതോടൊപ്പം തന്നെ ഒരു 13ാമത്തെ ഫ്രണ്ട്സ് ആയിട്ട് എന്നെ കൂടി നിങ്ങൾ ഗ്യാങ്ങിലെടുക്കണം. അടുത്ത ടൂറിൽ ഞാനും കൂടി ഉണ്ടാവുമെന്ന് നിങ്ങളോട് ആശംസിക്കുന്നു. ഒരു റിക്വസ്റ്റ് ഉണ്ട്, പറഞ്ഞോളൂ. ഹണിയായിട്ട് മഞ്ഞുമൽ ബോയ്സ് ഒരു ഫോട്ടോ എടുക്കണം. തീർച്ചയായിട്ടും 1 അല്ല 9 ഫോട്ടോ എടുക്കണം. നിങ്ങളുടെ ഈ ഫോട്ടോകൾ കേരളം മൊത്തം വൈറലായി ഞങ്ങളുടെ ഈ പരിപാടി വിജയിക്കട്ടെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും എനിക്കിവിടെ വരാൻ വേറൊരു കാര്യം എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്തിപ്പിച്ചത് നിങ്ങൾ ഇത്രയും ഒരു ടീമാണ്. നിങ്ങളുടെ ആ ഒരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് വന്ന എല്ലാ ഇന്റർവ്യൂ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഈ കുഴി പോയത്, അത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ എപ്പോഴെങ്കിലും നേരിട്ട് കാണാൻ പറ്റുകയാണെങ്കിൽ ചോദിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള ഒരു കാര്യമായിരുന്നു. പക്ഷെ എനിക്കറിയാം നിങ്ങൾ പറഞ്ഞു ഒരു 10,000 തവണ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാലും നമുക്കൊരു ആഗ്രഹമാണ് ഇത് എന്താണ് ഈ കുഴി. ഇങ്ങനെ ഓരോ കഥകൾ കേൾക്കുമ്പോൾ ഭയങ്കര നമുക്കൊരു ആഗ്രഹമാണ് എന്താണ് അറിയാനൊക്കെ. എന്തെങ്കിലും ഒരു ദിവസം എനിക്കും അവിടെ നേരിട്ട് പോയി കാണാൻ കഴിയട്ടെ. പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് കാണാനുള്ള ഒരു അവസരമുണ്ട്, ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഭയങ്കര എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അല്ലേ പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് റിക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കതെല്ലാം നോക്കാം. നിങ്ങളോടൊപ്പം ഒരു ഫോട്ടോ എടുക്കാൻ കഴിയുന്നു എന്നുള്ളതും വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇവിടെ ബ്യൂട്ടിഫുൾ പിക്ചർ എടുക്കാനായിരിക്കും. ഓണത്തോടനുബന്ധിച്ച് എറണാകുളം മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്ന ഗുണ കേവിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടിയാണ് നമ്മുടെ ഹണി റോസും പിന്നെ അതുപോലെ തന്നെ മഞ്ഞുമൽ ബോയ്സും ഇവിടെ എത്തിച്ചേർന്നത് കേട്ടോ. അപ്പോൾ എന്തുകൊണ്ടും ഗുണ കേവ് ഉദ്ഘാടനം ചെയ്യാൻ പറ്റിയ ടീം തന്നെയാണ് മഞ്ഞുമൽ ബോയ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ സെപ്റ്റംബർ 6 മുതൽ ഒക്ടോബർ 6 വരെയാണ് ഇത് പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുക്കുന്നത്. 100 രൂപയാണ് എൻട്രി ഫീസ്. ഉച്ചയ്ക്ക് 2 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഉള്ളത്. നമ്മൾ അത്തച്ചമയം കണ്ടുവന്ന് ക്ഷീണിച്ചു വന്നുകൊണ്ട് കയറി കാണാൻ പോയില്ല. അത്തച്ചമയത്തിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അതുകൂടി ഒന്ന് കണ്ടേക്കാം കേട്ടോ.